രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന PV അൻവർ MLA ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയം പ്രഖ്യാപിച്ചു. ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും സംഘടന പ്രവർത്തിക്കുക. മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെയും പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും പോരാട്ടം നടത്തും. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് 15ാമത്തെ ജില്ല രൂപീകരിക്കണമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ADGPക്കും എതിരായ അതിരൂക്ഷ വിമർശനം PV അൻവർ തുടർന്നു. തൃശൂരിൽ BJPക്കായി മുഖ്യമന്ത്രി പരവതാനി വിരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ എന്താ ചെയ്തത്? ഒരു നിലക്കും രാഷ്ട്രീയമായി കടന്നു വരാൻ BJPക്ക് ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ വളരെ വിശാലമായ പരവതാനി തൃശ്ശൂരിൽ വിരിച്ചു കൊടുക്കുന്നു. ആരാ കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലാണ്. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട്? അഭിമാനം കൊള്ളുന്നു. ആ പൂരങ്കലയ്ക്ക് BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുമായി CPIM കച്ചവടം ഉറപ്പിച്ചു. പാലക്കാട് സീറ്റ് BJPക്ക് കൊടുക്കും. പകരം ചേലക്കരയിൽ CPIMനെ BJPയും സഹായിക്കും. ഡീൽ ഉറപ്പിച്ചത് ADGP MR അജിത് കുമാർ ആണെന്നും PV അൻവർ വിമർശിച്ചു. പാവം കോൺഗ്രസ്സുകാർ പെടാൻ പോവാണ്. എന്താ സ്ഥിതി? പാലക്കാട് BJPക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചേലക്കര BJP CPMന് വോട്ട് ചെയ്യും. കൃത്യമായ പ്ലാനിംഗ്. ആരാ നേതൃത്വം? ഈ പറയുന്ന ADGP അജിത് കുമാർ.